Hello. Now we are coming to the sixth section. As we have been learning, this is our sixth section or sixth lecture, we can say. So what we saw last is he made him, Gresham. Robert made Gresham, compelled him, forced him to close down the bank. And then John says, bully for you, governor. Bully. A bully means to do harm. Use power, not actually. Using your power to do something is bully. There is a saying now, the strong will bully the weak. അതായത് ശക്തിമാൻ എപ്പോഴും പാവപ്പെട്ടവനെ ഉപദ്രവിക്കും. ഇതൊരു ഫാക്റ്റാണ്. ശക്തിയുള്ളവൻ പാവപ്പെട്ടവനെ ഉപദ്രവിച്ച് ശക്തി ഇല്ലാത്തവനെ ഉപദ്രവിക്കുക, അത് ലോകത്തിലുള്ള. ഇത് bully for you, governor means governor, സെക്രട്ടറി ആണ് ഗവർണർ എന്ന് പറയുന്നത്. bully for you means നീ നിന്റെ പവർ ഉപയോഗിച്ചു അവനെ കൊണ്ട് ബാങ്ക് അടപ്പിക്കുക. So up to that we saw. Now let's see the words here. Bully here, the same thing I told you, using your power to do something. The strong will bully the weak. Then mince matters. Mince means cut. Minced meat എന്ന് കേട്ടിട്ടില്ല. ചെറുതായിട്ട് കട്ട് ചെയ്ത ഇറച്ചി എന്നാണ് മിൻസ്ഡ് മീറ്റ് എന്ന് പറയുന്നത്. ഇപ്പം മിൻസിങ് മാറ്റേഴ്സ് മീൻസ് കട്ടിങ് മാറ്റേഴ്സ് മീൻസ് കീപ്പിംഗ് സംതിങ് ആസ് എ സീക്രട്ട്. ദാറ്റ് ഈസ് മിൻസിങ് മാറ്റേഴ്സ്. വെൻ യു ആർ കൺഫസിങ്, ഡോണ്ട് മിൻസ് മാറ്റേഴ്സ്. നമ്മൾ കൺഫെഷൻ നടത്തുമ്പം, അതായത് നിങ്ങൾ മനസ്സിലുള്ളതെല്ലാം തുറന്നു പറയുമ്പോൾ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യരുത്. മീൻസ് മാറ്റേഴ്സ്, മാറ്റി വെക്കരുത്. Haggle with my conscience. Haggle or argue with my conscience. Haggle. When you have to do a good thing, don't haggle with your conscience. ഒരു നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് ഒരിക്കലും മനസ്സുമായിട്ട് ഇങ്ങനെ ആർഗ്യൂ ചെയ്യരുത്. അതായത് ഇങ്ങനെ വിഷം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് ശരിയാണോ തെറ്റാണോ, ശരിയാണോ, നല്ല കാര്യം ചെയ്യുക. സപ്പോസ് റോഡ് ആക്സിഡൻറ്റ്, യു ഫൈൻഡ് സംബഡി ബ്ലീഡിങ്, ഡോണ്ട് ഹാഗിൾ വിത്ത് യുവർ കോൺഷ്യൻസ്. എന്നാൽ അത് ആർഗ്യൂ ചെയ്യാനുള്ള ഇത് നിശ്ചിതയാണോ നല്ലതാണോ ചിന്തിക്കാനുള്ള സമയമല്ല. അയാളെ എടുത്തുകൊണ്ട് അന്നേരം തന്നെ ആശുപത്രിയിൽ പോകുക. അതാണ് ഡോണ്ട് ഹാഗിൾ വിത്ത് യുവർ കോൺഷ്യൻസ്. ഡെസ്പറേറ്റ് മീൻസ് ഇൻ എ വെരി ഡിസപ്പോയിൻറ്റിങ് സിറ്റുവേഷൻ. നമ്മൾ നിരാശ എന്നൊക്കെ പറയും ഡെസ്പറേറ്റ്. എ സ്റ്റുഡൻറ്റ് ഹൂ ഫെയിൽഡ് സിക്സ്ത് ടൈം ഇൻ ദി എക്സാം ഈസ് ഇൻ എ ഡെസ്പറേറ്റ് സിറ്റുവേഷൻ. 6ാം പ്രാവശ്യം തോറ്റ ഒരു കുട്ടി ഡെസ്പറേറ്റ് സിറ്റുവേഷൻ. Then furious means very terribly angry. When my teacher knew that I told a lie, she was furious, means terribly angry. Private fortune, സ്വന്തമായിട്ടുണ്ടാക്കിയ പൈസ, മറ്റുള്ളവരുടെ അല്ലെന്ന്. Private fortune. See, self-made men have private fortune. കുറേ ആളുകളുണ്ട് ഇങ്ങനെ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പൈസ, അത് അവൻ്റെ സ്വന്തമാണെന്നുള്ളതാണ്. Private fortune. Amazement means surprised. That is, to my amazement, yesterday it began to rain. It was summer season, but still, to my amazement, and andam vittupoyi. Amazement, andam viduka, surprised. Then hypnotized എന്ന് പറയാം, ഒരു പ്രത്യേക രീതിയിൽ മനുഷ്യനെ ഉറക്കിക്കിടത്തുന്നതിനാണ് ഹിപ്നോട്ടൈസ് ചെയ്യുക. അപ്പം സത്യം ഒന്നും പറയാത്ത ഒരാളെ ഹിപ്നോട്ടൈസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഉറക്കത്തിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ ഇൻഡ്യൂസ്ഡ് സ്ലീപ്പാണ്. ഇപ്പം അവർ ഉത്തരമല്ല ഇങ്ങനെ പറയുന്നതാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ, ഐ ഹാവ് നെവർ ബീൻ ഹിപ്നോട്ടൈസ്ഡ്, ഐ ഹാവ് നെവർ ഹിപ്നോട്ടൈസ്ഡ് എനിബഡി. ഒരു ഡീപ്പ് സ്ലീപ്പ് കണ്ടീഷനാണ് ഹിപ്നോട്ടൈസ് എന്ന് പറയുന്നത്. ഒരു ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ബോധക്കേട് വരുന്നതാണ് ഹിപ്നോട്ടൈസ്ഡ്. സോ ഇൻ ദിസ് കേസ് വെൻ Evie and Martha, they came to know that Gresham offered $100,000. They were hypnotized. Familiar amount. Yes, choke, unable to breathe. ശ്വാസം തടയുകയാണ്. ചില സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്വാസം ഇങ്ങനെ നിന്ന് പോയത്. അതുപോലെ 1,00,000 പേര് ഒരു സ്ഥലത്ത് മരിച്ചു. പെട്ടെന്ന് choke. Understand that? Shocked me. Or he said that 10,000 people climbed Everest. That's a terrible news, no? Surprising, so it will shock you. Means unable to breathe. I think that much is clear to you.
I will come back to this. So the bank has been closed. Half to himself, half to herself, Martha says, half to her. Half to herself means, I knew, she says. Yes, I knew he has got the power. But I didn't use your words, John. I didn't use your words, John. The other words are John Barney. John Barney, and not is which I would have told him, go to the devil. Chetan at the Hova. നീ പോയി നശിക്കടാന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനെ നീ പറഞ്ഞ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുക. He's too old a friend of mine for that. So he says, നമ്മൾ ഒത്തിരി വർഷങ്ങളായിട്ട് കൂട്ടുകാരാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ആവശ്യപ്പെടുമെങ്കിലും ഗോ ടു ദ ഡെവിൾ എന്നൊന്നും പറഞ്ഞില്ല. ബട്ട് ഡിഡ്ന്റ് മിൻസ് മാറ്റേഴ്സ് എനി. പക്ഷെ കാര്യം തുറന്നു പറഞ്ഞു, ഒന്നും അവൻ മറച്ചു വെച്ചില്ല. ഡിഡ്ന്റ് മിൻസ് മാറ്റേഴ്സ്. He understood what I meant. So he understood what I meant. That is, his offer is also there. I refused. Then he understood what I meant. ഞാൻ എന്നാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം മനസ്സിലായിരുന്നു. And what did he say then? There wasn't much to say, you see. He wasn't surprised. He has known me for 35 years. And well, with the simple pride, anybody who has known me for 35 years doesn't expect me to haggle with my conscience. So he haggled. I rejected. I refused outright. But he was not that much surprised because he knew what I am. And so with the simple pride he says, he has known me for 35 years. So he knows my character. And anybody who has known me for 35 years would definitely think that my answer would be this. What? I will say no to this. No question of saying I don't remember. Then he says, and there is nothing for me to say, haggle with my conscience. എൻ്റെ മനസാക്ഷിയോട് യുദ്ധം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ എനിക്ക് നേരിട്ട് പറയാൻ പറ്റും. ഇഫ് ഇറ്റ് ഹാഡ് ബീൻ എനിബഡി എൽസ്, രക്ഷാമല്ലാതെ ആരാണെങ്കിലും, I would have struck him across the face. If anybody else had asked me to do like this, definitely I would have beat him, struck him across the face, മുഖം അടച്ചൊറ്റയാക്കി കൊടുത്തത്. But John Gresham and I were boys together. ഞങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഒത്തിരി പഴയതാണ്. കൊച്ചിൽ നിക്കറിട്ട കാലം വരെ ഞങ്ങൾ കൂട്ടുകാരാണ്, ബോയ്സ്. വി വർക്ക്ഡ് സൈഡ് ബൈ സൈഡ് ആൻഡ് ഐ ഹാവ് ബീൻ ഇൻ ഹിസ് എംപ്ലോയി എവർ സിൻസ് ഹി സ്റ്റാർട്ടഡ് ഇൻ ഫോർ ഹിംസെൽഫ്. ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തു. അവൻ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാൻ അവൻ്റെ കൂടെ ചേർന്നു. അവൻ്റെ ജോലിക്കാരൻ എന്ന് വെച്ചാൽ ഫ്രണ്ട് ജോലിക്കാരനാകുന്ന പോലെ. ആൻഡ് സ്റ്റാർട്ടഡ് ഫോർ ഹിംസെൽഫ്. He is desperate. He doesn't know what he is doing. He is desperate means ഭയങ്കര നിരാശയാണ്. അതുകൊണ്ട് അവൻ്റെ സമനില തെറ്റി. അവൻ ചെയ്യുന്ന എന്നാണെന്ന് അവൻ അറിയത്തില്ല. And then he says, or he wouldn't have offered me money. അവൻ എന്നോട് പറഞ്ഞു, I don't remember എന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു. അപ്പം സാധാരണ ഇതിലാണ് അരിശമ്പരനാണ്. ഇനി ഞാൻ അവനോട് പറഞ്ഞു, ഐ വിൽ നെവർ ഡു ഇറ്റ്. അപ്പം ഇത്ര ഒരു നുണ പറയാൻ ഞാനില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞപ്പോഴത്തേനും എൻ്റെ ആ മുഖഭാവമൊക്കെ കണ്ടപ്പോൾ അവന് മനസ്സിലായി വേറൊരാളെ എന്നോട് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനോട് ഒരൊറ്റടി വെച്ച് കൊടുത്തത്. എന്തുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്? There are 2-3 reasons. One, we were 35 years friends. 2, we were friends when we were boys. 3, we worked side by side. 4, when he started business, I became his employee. And because of these reasons, I did not beat him. I did not strike him. Otherwise, I would have done that. That's what he says. John, furious, ഭയങ്കര അരിശപ്പെടും.
Offered you money, Dad? Oh, നിനക്ക് അവൻ പൈസ ഓഫർ ചെയ്തു. ഇത്രയും നല്ലൊരു മനുഷ്യൻ, സത്യം മാത്രം പറയുന്ന ഒരു മനുഷ്യനാണ് പൈസ ഓഫർ ചെയ്തോ നമ്മൾ പറയാനായിട്ട്. സ്മൈലിംഗ്, $100,000 സിംപ്ലി, ഒരു യാതൊരു വലിയൊരു എമോഷനും ഇല്ലാതെ പറഞ്ഞു, $100,000. What? Then Robert Baldwin says, I have got only a few years to live, but I will live those years as I have lived the rest of my life. I will go to my grave clean. Very, very important dialogue. To prove that he's a very honest man, you can quote these lines. Very important. Just like the other day I told you, I will speak the truth and only the truth. I like that. There's such a power. This dialogue has got power, you see. I have got only a few years to live. ഇത്രയും നാൾ ജീവിച്ച പോലെ എന്നെയും ജീവിക്കും. ഞാൻ എൻ്റെ മരിക്കുന്നിടം വരെയും ജീവിക്കും. ഗ്രേവ്, എന്നെ അടക്കുന്ന സ്ഥലം, എൻ്റെ കുഴി, ശവക്കുഴി എന്നൊക്കെ പറയും, അതിലേക്ക് പോകുന്നിടം വരെ ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കും. Very strong. I have lived the rest of my life. I will go to my grave clean. Then Martha, Robert, നമ്മുടെ മനസ്സിലൊരു ചെറിയ ചിന്തയുണ്ട്. Baldwin, he put it aside for me without anybody knowing it. He put it means $100,000 എന്നെ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കാണിച്ചു. It's out of his private fortune, he says. This is not the depositor's money, it's my own money. എൻ്റെ സ്വന്തം പൈസയാണ്, ഡെപ്പോസിറ്ററിൻ്റെ പൈസ അല്ലെന്ന് പറയും. It's not the depositor's money. As if that made any difference. അവൻ്റെ പ്രൈവറ്റ് ഫോർച്യൂൺ ആണെങ്കിലും സ്വന്തം പൈസ ആണെങ്കിലും ഡിപ്പോസിറ്റേഴ്സ് പൈസ ആണെങ്കിലും മേക്സ് നോ ഡിഫറൻസ്. അതിനൊരു വ്യത്യാസമില്ല. കാരണം എന്നാ, ഐ എം ടേക്കിംഗ് ബ്രൈബ് ആൻഡ് ഐ ലാവ് ടു സേ എ ലൈ, ഐ ലാവ് ടു ടെൽ എ ലൈ. അതിനകത്ത് ആരുടെ പൈസ ആണെങ്കിലും ഐ ഡോണ്ട് വാണ്ട് യൂസ് ഇറ്റ്. ഇവി ആസ് ഹിപ്നോട്ടൈസ്ഡ്, അതൊരു ബോധം കിട്ടുന്നത്. അത് ഇത്രയും പൈസയുടെ കാര്യം വന്നപ്പോൾ ഇവിക്കൊരു ബോധക്കേട്. അയ്യോ, ഇങ്ങനെയാണ്. He offered you $100,000, smiling at her amazement. ചിരിയൊക്കെ ചിരിച്ചിട്ട് അവരുടെ അന്തം വിട്ട ചോദ്യം, അമേസ്മെന്റ്. നമ്മൾ I could have had it for the one word, yes. ഞാൻ യെസ് എന്നൊരു വാക്ക് പറയുന്നെങ്കിൽ ആ പൈസ എനിക്ക് കിട്ടിയത്. Or even for nodding my head. യെസ് എന്ന് പറയണ്ട, അല്ല ഇങ്ങനെ ശരിക്കുക, നോഡിങ്, സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ. And then or a look of the eyes. ഇത് മതി. യെസ് എന്ന് പറയാനും തലയെന്ന് കൊടുക്കാനും അല്ലേ, അവനെ നോക്കിയാൽ മതിയായിരുന്നു. $100,000 അവൻ ഏറ്റു എന്ന് പറഞ്ഞു. John, how do you know he meant it? ഇപ്പം ഒരു താല്പര്യം ഉണ്ടായതാണ് ആ പൈസയിലേക്ക്. ഇപ്പം ജോൺ ചോദിക്കുകയാണ്, how did you know he meant it? അവൻ ചുമ്മാ പറഞ്ഞാണെന്ന് നിനക്ക് തന്നെ അങ്ങനെ അറിയാം. അവനത് ശരിക്കും പറയുന്നതാണ്, meant it. His word is good, Baldwin says. Even now, John, even now, എന്താ even now? ഓൾറെഡി ബാങ്ക് പഠിച്ചു, മിസ്അപ്രോപ്രിയേഷൻ ഒക്കെ നടത്തി, ഡിപ്പോസിറ്റേഷൻ്റെ പൈസയൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇനി പറഞ്ഞാലും സത്യമാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഓൾറെഡി ഹി ഹാസ് ബീൻ പ്രൂവ്ഡ് ദാറ്റ് ഹി ഈസ് എ ചീറ്റ്. അവനൊരു ചതിയനാണെന്ന്, അല്ലെങ്കിൽ ഫ്രോഡാണെന്ന് ഇപ്പോൾ തന്നെ അവൻ മനസ്സിലായി, നമുക്കെല്ലാം മനസ്സിലായി. അപ്പോൾ അവൻ പറയുന്നത് ഇനി നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇനിയും ഈവൻ നൗ അർത്ഥം. And he says, he never lied to me. He never told a lie to me. ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ വളരെ സത്യസന്ധനാണ്. He never lied to me, John. He pauses. അല്പം നിർദ്ദേശിച്ചു.
I suppose my eyes must have shown something. എൻ്റെ കണ്ണുകൾ നോക്കിയപ്പോൾ അവന് മനസ്സിലായിക്കാം എൻ്റെ മനസ്സിലാണ്. My eyes might have shown something. I didn't feel anything. എനിക്കൊരു എക്സ്പ്രഷൻ ഒന്നുമില്ലായിരുന്നു. He noticed it. He unlocked a drawer and showed me the 100,000. എനിക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് മേശവി വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ കാണിച്ചു. 100,000 കാണിച്ചു. In cash, John. In $1,000 bills. They were genuine. I examined them. $1,000 bills. എന്നുവെച്ചാൽ ഒരു ബിൽ കൊടുത്താൽ നമ്മളൊരു ചെക്ക് എന്നൊക്കെ പറയും. അതുപോലെ ഒരു ബിൽ $1,000 ആണ്. അങ്ങനെ $100,000 ആണ്. ഞാൻ നോക്കിയത് കറക്റ്റാണ്, അത് ഫേക്ക് ഒന്നുമല്ല. I examined them. Heavy. And for that, he wanted to say, I don't remember. ഇത്രയും പൈസ അവർക്കൊരു ബോധക്കേട് വന്ന കൊച്ചാന്നാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ജസ്റ്റ് ഇത്രയെന്ന് പറയുന്നതിന് ഇത്രയും പൈസ കിട്ടുന്നു. I don't remember. Just that 3 words only. Baldwin പറയാണ്. അത് തന്നെ ആ 3 വാക്കുകൾ പറയുന്നതിനാണ് $100,000. John, but you won't. നീ പറയലല്ലേ. Baldwin shaking his head. Nothing doing. Baldwin. Those 3 words would choke me if I tried to speak them. Choke me. ശ്വാസം മുട്ടലുണ്ടാവും. If I say those 3 words, it will choke me, unable to breathe. എനിക്ക് ശ്വാസം മുട്ടലുണ്ടാവും. ഒരിക്കലും പറയാം. Again, that character, you see, how the playwright has presented that character, Robert Baldwin, in a society where people are so corrupt, but here you find an angelic man, very honest. To choke me, he says, shaking his head, he says, to choke me if I try to speak them. For some other men, perhaps, it would be easy. But for me, it's not possible, he says. All my past would rise up and strike me in the face. മറ്റു വല്ല മനുഷ്യരൊക്കെ ചിലപ്പം ഇങ്ങനെ പറയുന്നിരിക്കും. പക്ഷെ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുൻകാല ജീവിതം മുഴുവൻ എണീറ്റ് വന്നിട്ട് എൻ്റെ മുഖത്തിനിട്ട് അടിക്കുമെന്നാണ് പറഞ്ഞു. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം I am becoming a fraud. I am betraying myself. ഞാൻ എന്നെ തന്നെ ഉറ്റുകൊടുക്കുന്നത് തുല്യമാണ്. അതാണ് എൻ്റെ മുൻകാല ജീവിതങ്ങൾ മുഴുവൻ ഒരു നുണയായിട്ട് മാറും. എന്നെ ഒന്ന് അടിക്കുന്നവർ. My face. It would mean strike me in the face. It would mean to the world that for years I had been living a lie, that I was not the honorable man I thought I was. എൻ്റെ പാസ്റ്റ് ലൈഫ് എന്നെ തല്ലും. ലോകത്തിലുള്ള മനുഷ്യർ അറിയാനും വിചാരിക്കും, അയ്യോ ഇവൻ എന്നെ കള്ളന, ഇത്രയും നാൾ ഇവൻ നമ്മളെ കളിപ്പിക്കുവാണ്. I will never do it. I was. When John Gresham offered me money, I was angry. എനിക്ക് പൈസ തന്നപ്പോൾ എനിക്ക് അരിശമാവുന്നു. But when I rejected it and he showed me no surprise, then I was pleasant. It was a compliment. Don't you think so? ജോൺ ഗ്രഷാം എനിക്ക് പൈസ ഓഫർ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അരിശം വന്നു. പക്ഷെ ഞാനത് വേണ്ടാന്ന് വെച്ചപ്പോൾ എന്താണ്, when I rejected it and showed me no surprise, and he showed me no surprise. എന്താ എനിക്ക് വേണ്ട, ഞാൻ ആ വാക്കുകൾ പറയുന്നപ്പം ഗ്രഷാമിന് ഒരു സർപ്രൈസ് ഇല്ല. കാരണം എന്താ, he expected it. ഗ്രഷാം
എക്സ്പെക്ട് ചെയ്തത് അത് തന്നെയാണ്. ഇവൻ റിജക്റ്റ് ചെയ്യുന്നു, ഇവനത് പറയത്തില്ലെന്നും അതുകൊണ്ട് ഗ്രഷാമിന് യാതൊരു അത്ഭുതവും തോന്നിയില്ല. ഇവന്റെ സ്വഭാവം അറിയാം. 35 years they were friends. They were friends when they were boys. They worked side by side. And he was Gresham's employee. ഇത്രയും കാര്യങ്ങൾ അവർ തമ്മിലുള്ള ബന്ധം. എന്നിട്ടും ഇത്രയൊക്കെ സ്ട്രോങ് ബന്ധം ഉണ്ടായിരുന്നു. അവൻ റിജക്റ്റ് ചെയ്തു. റിജക്റ്റ് ചെയ്തിട്ട് ഇവന് യാതൊരു ഫീലിങ്സും ഇല്ല. കാരണം എന്താ? റിജക്റ്റ് ചെയ്യുന്ന ഇവൻ അറിയാമായിരുന്നു. അതാണ്. നോ സർപ്രൈസ്. Then I was present. അപ്പം എനിക്ക് സന്തോഷം തോന്നി. It was a compliment. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നല്ലത് പറയുന്നില്ല. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ കൊള്ളാം, നല്ലതാണ്, അത് കോംപ്ലിമെന്റ് ആണ്. അപ്പം അവന് സർപ്രൈസ് ഒന്നും കാണിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ എനിക്ക് തന്നൊരു കോംപ്ലിമെന്റ് ആണ്, ഒരു നല്ല കാര്യം, ഒരു നല്ല അഭിപ്രായം. ഡോണ്ട് യു തിങ്ക് സോ? ചോദിക്കാണ്. എനിക്ക് ഞാൻ റിജക്റ്റ് ചെയ്തപ്പോൾ അവൻ അരിശം വന്നു. പക്ഷെ അത് കഴിയുമ്പോഴത്തേനും അവന് യാതൊരു ഫീലിങ്സും ഇല്ലെന്നായി. കാരണം അവനറിയാം എൻ്റെ സ്വഭാവം, ഞാൻ ഇങ്ങനെ പറയുള്ളൂ. അപ്പം അത് കണ്ടപ്പോഴത്തേനും എനിക്ക് സന്തോഷം തോന്നി. അത് നിങ്ങൾക്ക് തോന്നില്ലേ അത് എന്നെപ്പറ്റി ഒരു നല്ല അഭിപ്രായമാണെന്ന്? അതാണ് കോംപ്ലിമെന്റ്. ജോൺ, എ കോംപ്ലിമെന്റ് വിച്ച് കോസ്റ്റ് യു $100,000. മകൻ അച്ഛനോട് പറയുക, കൊള്ളാം, നല്ല കോംപ്ലിമെന്റ് ഒക്കെയാണ്, പക്ഷെ യു ലോസ്റ്റ് $100,000. ഇപ്പൊ അവരിങ്ങനെ പയ്യെ ചേഞ്ച് ചെയ്യാണ്. റെസ്റ്റ് ഓഫ് ദ പ്ലേസ് ലൈക്ക് ദാറ്റ്. അവരും റോബർട്ട് ബോൾഡൻ നമ്മളൊരു യുദ്ധമാണ് നടക്കാൻ പോകുന്നത്. ഒരു കുരുക്ഷേത്ര യുദ്ധം എന്ന് വേണം പറയാം. ധർമ്മത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി. കോംപ്ലിമെന്റ് കുരുക്ഷേത്ര യുദ്ധം എന്ന് പറഞ്ഞാൽ ആ ഡയമെൻഷനല്ല, കുഞ്ഞു കുരുക്ഷേത്ര യുദ്ധം. A compliment which cost you $100,000. Martha, will the depositors lose much, Robert? പൈസ അടുത്ത് കൊള്ളുക. ഡിപ്പോസിറ്റേഷൻ എന്തെങ്കിലും നഷ്ടം വരുമ്പോൾ നീ ഡയറക്റ്റ്ലി ഈ പൈസ വാങ്ങിച്ചാൽ the depositors will not lose a cent. ഒരു പൈസ, a cent, smallest coin, ഒരു പൈസ പോലും അവർക്ക് നഷ്ടപ്പെടുകയില്ല. Ivi, mother was surprised. But the papers, sir, newspaper പറഞ്ഞു depositation പൈസ പോകുന്നു. But the papers, sir, and Baldwin says no, nothing. Papers will say those things. Don't worry about that. So depositation ഒന്നും സംഭവിക്കും. ഈ നാടകത്തിലെ, ഈ നാടകത്തിലെ ഒരു പ്രധാന ഭാഗമാണ് ഇവിടെയാണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ആ യുദ്ധം അല്ലെങ്കിൽ ആ വഴക്ക്. അതാണല്ലോ നാടകത്തിൻ്റെ ഒരു സോൾ, ആത്മാവെന്ന് പറയുന്നതാണ് ഒരു കോൺഫ്ലിക്റ്റ്. രണ്ടുപേരും തമ്മിലുള്ള എതിരഭിപ്രായം വരുമ്പോഴാണ് ഒരു നാടകത്തിൻ്റെ ലൈഫ് ഉണ്ടാകുന്നത്. ഇപ്പൊ കോൺഫ്ലിക്റ്റിന്റെ കാരണം ഇതാണ്. That's $100,000 offered for telling a lie. It's not a lie actually. Just say I don't remember 3 words. But as far as Robert Baldwin is concerned, it is a lie. It is a fraud. It is a betrayal. അവനെ തന്നെ ഒറ്റ കൊടുക്കുന്നത്. അവൻ പറയുന്നത് എൻ്റെ പാസ്റ്റ് ലൈഫ് ഉണർന്നെഴുന്നേറ്റ് വന്ന് എന്നെ തല്ലും. ജനങ്ങൾ വിചാരിക്കും ഇവൻ ഇത്രയും നാളും എല്ലാവരെയും കളിപ്പിക്കുകയാണ്. ആ സ്പീച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ വിൽ റീഡ് ദാറ്റ് once again for you. See, shaking his head. Baldwin says, those 3 words would choke me if I tried to speak them. It's a very important speech and dialogue. For some other men, perhaps it would be easy. But for me, all of my past life would rise up and strike me in the face. It would mean to the world that for years I had been living a lie, that I was not the honorable man I thought I was.
എൻ്റെ പാസ്റ്റ് ലൈഫ് ഓണർന്ന് എഴുന്നേറ്റ് വന്ന് എന്നെ തല്ലും. ലോകത്തിലുള്ള മനുഷ്യരെല്ലാം വിചാരിക്കും ഇവൻ ഓണറബിൾ ആണെന്ന് പറഞ്ഞിട്ട് വേർ ഇസ് ദിസ് ഓണർ, ഇവനൊരു ഫ്രോഡാന്ന് വിചാരിക്കും. When John Grisham offered me money, I was angry. And when I rejected it, and he showed me no surprise, then I was pleasant. If when I rejected it, he showed me surprise, that means what? That means he was dishonest, but now he is acting as an honest man. So there will be a surprise. But in this case, there is no such thing. He knew 35 years of experience. He had 35 years of experience. And from this he knew that he would definitely say no. He expected that answer. He expected no. Therefore, he did not show any surprise. And that he says is a compliment for me. That means he holds me in high esteem. എന്നെപ്പറ്റി അവന് നല്ല അഭിപ്രായമാണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായി. ഇറ്റ്സ് എ കോംപ്ലിമെന്റ് ഫോർ മീ. അതിന് മുമ്പ് അങ്ങനെയായിരുന്നു. അന്നേരമാണ് ബൈ ഫാമിലി മെമ്പേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. യു ലോസ്റ്റ് ദാറ്റ് ആസ് എ കോംപ്ലിമെന്റ്, യു ലോസ്റ്റ് $100,000. മാർത്ത ഡിപ്പോസിറ്റേഷൻ വല്ല കുഴപ്പമുണ്ടാകുമോ? പക്ഷെ പേപ്പറുകാർ പറഞ്ഞ് അങ്ങനെ ഉണ്ടാവുമെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പയ്യെ അടുത്ത് കൂടുക. എന്തിനാണെന്നറിയോ? ഇവനെ വഴിതെറ്റിക്കാൻ. ഇവന്റെ പരീക്ഷണ ഘട്ടത്തിലേക്ക് ഇവൻ എത്തിക്കഴിഞ്ഞു. റോബർട്ട് ബൾവിൻ, he is now facing the worst temptation of his life. Temptation എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അവൻ്റെ ആ പരീക്ഷണ ഘട്ടത്തിലേക്ക് വന്നു. ഇനിയാണ് ഇവർ തങ്ങളിലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്. Within the house is going to be divided. We will wait and see. Till then, bye. Have a nice day.